കിതാബും ബിയോറൊക്കെ നമുക്ക് പിന്നെ നോക്കിയാൽ കാണാൻ. മക്കത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മദീനത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മദീനത്തെ പള്ളിയിൽ 20 ലക്ഷം ആളുകൾ ഒറ്റ ജമാഅത്ത് നിസ്കരിക്കും. ആ 20 ലക്ഷം ആൾക്കാർ നിസ്കരിക്കുന്നതിൽ സൗദിക്കാരുണ്ട്, UAE-ക്കാരുണ്ട്, കുവൈത്തുകാരുണ്ട്, ഒമാനുകാരുണ്ട്, എല്ലാവരും അറബ് രാഷ്ട്രക്കാരുണ്ട്, ഏഷ്യൻ വൻകരയിൽ നിന്ന് വന്നവരുണ്ട്, പശ്ചിമേഷ്യക്കാരുണ്ട്, മധ്യേഷ്യക്കാരുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് ആഫ്രിക്കൻ ജനതയുണ്ട്, യൂറോപ്യൻസുണ്ട്, എല്ലാവരും നിന്നിട്ട് അവിടെ ഹജ്ജിൻ്റെ സമയത്ത് മറ്റൊക്കെ റമദാൻ്റെ സമയത്തൊക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പം നമ്മൾ ആ TV-യിലൊന്ന് നോക്കേണ്ടി അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ അങ്ങനെ 20 ലക്ഷം ആൾക്കാർ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുമ്പം ആ മൂലക്ക് അങ്ങനെ ഒരു ചങ്ങായിയാണ് ഇങ്ങനെ ഒന്നിങ്ങനെ കണ്ണേറിന് വേറൊന്ന് കാണങ്ങനെ നിൽക്കും. അതൊക്കെ എത്രയേ കാണുള്ളൂ? ഒരു കണ്ണേറിന് തട്ടണീന് മാത്രമുള്ളതേ കാണുള്ളൂ. അത് അവരെങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഒന്നിരിക്കൽ ഇടവണ്ണുള്ള ആൾ അല്ലെങ്കിൽ കുറ്റ്യാടിയുള്ള ആൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനത്തേലൊന്നും ചേർന്നുകൊണ്ട് നമ്മളെ ഈമാനിനെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഈമാൻ ആകുന്ന പ്രഭ, ഈമാൻ ആകുന്ന പ്രകാശത്തെ, അതിൻ്റെ പ്രഭ ഇങ്ങനെ അതിൻ്റെ സർവോപരി സന്തോഷകരമായി പ്രകാശപൂരിതമായി നിലനിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈമാനിന്റെ ചുറ്റുഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കറകൾ എന്തൊക്കെയാണോ ആ കറ മുഴുവനും കഴുകി ശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്യുന്ന അതിൻ്റെ പ്രത്യേക മരുന്നാണ് ഖുൽ ഹുവല്ലാഹു എന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് നമ്മളോട് പറഞ്ഞത്. ഒരു ഖുൽ ഹുവല്ലാഹുവിന് തന്നെ 10 ജുസ്ഇന്റെ പ്രതിഫലമുണ്ട്. അത് ഒരാൾ ഖുൽ ഹുവല്ലാഹു ഇങ്ങനെ ഓതി 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 നമ്മുടെ ജീവിതത്തിൽ ഒരാൾ 1 ലക്ഷം ഓതാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഖുൽ ഹുവല്ലാഹു 1 ലക്ഷം ഓതാൻ ഭാഗ്യം ഉണ്ടാകണം. അങ്ങനത്തെ ആളുകൾ 1 ലക്ഷം ഖുൽ ഹുവല്ലാഹു ഓതാൻ ഭാഗ്യം ലഭിച്ചാൽ അവർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശർ മൈതാനിയിലേക്കാണ് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട. ആര് വരും? ഖുൽ ഹുവല്ലാഹു വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. ഇന്ന മനസ്സിലായോ? ഇല്ല, ഞാൻ ഇതുവരെ നിങ്ങൾ ഓതിയിരുന്ന ഖുൽ ഹുവല്ലാഹു ആണ്, പേടിക്കണ്ട, എൻ്റെ ഒപ്പം പോരും. ഖുൽ ഹുവല്ലാഹു നമ്മളെ കൈ പിടിച്ച് ആ കൊണ്ടുപോകലുണ്ടല്ലോ, അത് ഏതുവരെ കൊണ്ടുപോകും? അതിങ്ങനെയാണ് കൊണ്ടുപോയിട്ട് കൈവരികളില്ലാത്ത പാലമാണ് സിറാത്ത് പാലം. കൈവരികളില്ലാത്ത പാലമാണ് സിറാത്ത് പാലം. ആ സിറാത്ത് പാലത്തുമ്മ കൂടെ ഇങ്ങനെയാണ് കൊണ്ടുപോയിട്ട് സ്വർഗത്തിൽ എത്തിക്കും. നബി മുഹമ്മദ് മുസ്തഫ ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. സഹീഹ് മുസ്ലിം ബുഖാരി. ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. ഖുൽ ഹുവല്ലാഹുവിനെ നിനക്ക് മഹബത്തുണ്ടോ അത് നിന്നെ സ്വർഗത്തിന്റെ ഉള്ളിൽ എത്തിച്ചു തരും മുഹമ്മദ് മുസ്തഫ. മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു വലിയ ഖുൽ ഹുവല്ലാഹു ഓതിയിരുന്ന മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിലേക്ക് പോകുമ്പോൾ ആ സ്വഹാബിക്ക് സുഖമില്ല. നബി തങ്ങൾ രോഗം സന്ദർശിച്ച് ആശ്വസിപ്പിച്ചിട്ടാണ് പോയത്. തബൂക്കിലെത്തി അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടെ ശത്രുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. അതൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തി. അതൊരു ഏറ്റുമുട്ടലിന്റെ വിഷയത്തിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കടക്കുമ്പോൾ നബി തങ്ങൾക്കൊരു വാർത്ത കിട്ടി, മദീനയിൽ മുആവിയത്ത് ബിൻ മുആവിയ വഫാത്തായിരിക്കുന്നു. അത് കേട്ടപ്പം റസൂലുള്ളാഹിന്റെ മുഖത്തിനൊരു വല്ലാത്ത ക്ഷീണം. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയെ, തങ്ങൾക്ക് ആ ജനാസ നിസ്കരിക്കാൻ മദീനയിലേക്ക് പോകണോന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അതിന് വഴിയൊരുക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് മദീനയിലെത്തി. ജന്നത്തുൽ ബഖയ ഖബർസ്ഥാനിൽ മയ്യത്ത് കൊണ്ടുവന്നു വെച്ചു. യാ റബ്ബ് യാ റബ്ബ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കരിക്കുന്നതിന് വേണ്ടി മയ്യത്ത് ഇങ്ങനെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു അക്ബർ. നമ്മൾ ശ്രദ്ധിക്കണം. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഓടിന് വന്നുകാട് അല്ലാഹു അക്ബർ, കുഴപ്പമൊന്നുമില്ല, അതിനുള്ളത് കിട്ടും. ശരിക്കൊരു തക്ബീർ ചൊല്ലുമ്പോൾ എങ്ങനെ വേണം? ആ എന്ന് പറയുമ്പോൾ കൈ പൊങ്കാൻ തുടങ്ങണം. റ് എന്ന് പറയുമ്പോൾ കൈ ഉയർന്ന് തീരണം. അല്ലാഹു അക്ബർ
എന്നിട്ടാണ് കൈ കെട്ടേണ്ടത്. ചൊല്ലി തീർന്നിട്ട് അല്ലാഹു അക്ബർ, കുഴപ്പമില്ല, അതിനുള്ളത് കിട്ടും. എല്ലാവർക്കും പാകമായിട്ടാണ് റസൂലുള്ള പറഞ്ഞിരിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞത് ഒരു സൽക്കർമ്മം ചെയ്താൽ എത്ര തരും? 1-ന് 10. എത്ര കിട്ടും? 1-ന് 10. ഏത് 10 എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു അക്ബർ ഇന്ത്യൻ്റെ 10 കിട്ടും. അത് കുറച്ചും കൂടി മര്യാദക്കൊക്കെ ആണിച്ചാൽ സൗദിൻ്റെ 10 ആവും. കുറച്ചും കൂടി നന്നായാൽ അത് അമേരിക്കൻ്റെ 10 ആവും. ഇപ്പം ഉള്ള 10-ൽ ഏറ്റവും മൂല്യമുള്ള 10 ഏതാ? അത് കുവൈത്തിൻ്റെ 10 അത് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 10 കൂടിക്കൂടി. അല്ലാഹു അക്ബർ ഏത് കിട്ടും? അത് മതിയും കഴിയുമ്പോ കൂടിക്കോളും. അള്ളാഹ് ഇങ്ങനെ പറയുമ്പോൾ അത് എന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എന്ത് വേണം? കൈ ഇങ്ങനെ പൊങ്ങണം. അപ്പോൾ 10 പേരിലും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് അല്ലാഹു അക്ബർ. അതാണ് എൻ്റെ രീതി. അപ്പോൾ 10 പേരിലും കിബിലക്ക് നേരാണ്. നമ്മളത് കുറേ എങ്ങനെ ഉണ്ടാവും, കുറേ എങ്ങനെ ഉണ്ടാവും, കുറേ എങ്ങനെ ഉണ്ടാവും. അതിനുള്ള കിട്ടും. അത് ഡേഞ്ചർ സ്റ്റോപ്പാണ്. അതിനെപ്പറ്റിയിട്ട് നമുക്ക് വർത്താനില്ല, മനസ്സിലായില്ലേ? അത് അല്ലാഹു അക്ബർ അത് ചൊല്ലി തീർന്നിട്ട് നമ്മൾ കൈ എന്താക്കണം? നെഞ്ചിൻ്റെയും പുക്കളിൻ്റെയും ഇടക്ക് കൈവെക്കണം. എന്താ കൈവെക്കേണ്ടത്? മുഹമ്മദ് മുസ്തഫ. ഞാനിങ്ങനെ എനിക്ക് അത്രയല്ലേ വിവരവും കിതാബും ഒക്കെ ആകണതിൻ്റെ മുമ്പ് തന്നെ ഈ മക്കത്തത്തെ നിസ്കാരം ഇങ്ങനെ നോക്കി. നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. കിതാബും വിവരമൊക്കെ നമുക്ക് പിന്നെയും നോക്കിയാൽ കാണാൻ. മക്കത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ മദീനത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മദീനത്തെ പള്ളിയിൽ 20 ലക്ഷം ആളുകൾ ഒറ്റ ജമാഅത്ത് നിസ്കരിക്കും. ആ 20 ലക്ഷം ആൾക്കാർ നിസ്കരിക്കുന്നതിൽ സൗദിക്കാരുണ്ട്, UAE-ക്കാരുണ്ട്, കുവൈത്തുകാരുണ്ട്, ഒമാനുകാരുണ്ട്, എല്ലാവരും അറബ് രാഷ്ട്രക്കാരുണ്ട്, ഏഷ്യൻ വൻകരയിൽ നിന്ന് വന്നവരുണ്ട്, പശ്ചിമേഷ്യക്കാരുണ്ട്, മധ്യേഷ്യക്കാരുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് ആഫ്രിക്കൻ ജനതയുണ്ട്, യൂറോപ്യൻസുണ്ട്, എല്ലാവരും നിന്നിട്ട് അവിടെ ഹജ്ജിൻ്റെ സമയത്ത് മറ്റൊക്കെ റമളാൻ്റെ സമയത്തൊക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പം നമ്മൾ ആ TV-യിലൊന്ന് നോക്കേണ്ടി അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ അങ്ങനെ 20 ലക്ഷം ആൾക്കാർ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ആ മൂലൊക്കെ ഇങ്ങനെ ഒരു ചങ്ങായിയാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒന്നിങ്ങനെ കണ്ണേറിന് വേറൊന്ന് കാണാൻ നിൽക്കും. അതൊക്കെ എത്രയേ കാണുള്ളൂ? ഒരു കണ്ണേറിന് തട്ടണീന് മാത്രമുള്ളതേ കാണുള്ളൂ. അത് അവരെങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഒന്നിരിക്കലും ഇടവണ്ണുള്ള ആൾ അല്ലെങ്കിൽ കുറ്റ്യാടിയുള്ള ആൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനത്തേലൊന്നും ചേർന്നുകൊണ്ട് നമ്മളെ ഈമാനിനെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.